അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷനെ കുറിച്ചാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഫ്രിക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് എന്നാദ്യം പറയാം. എന്തായിരിക്കും ഇവിടെ ഫ്രിക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം? നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബോള്, ഗ്രൗണ്ടിലുള്ളൊരു ബോളിന് നമ്മളൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോൾ കുറച്ച് ദൂരം ഉരുണ്ട് പോയിട്ട് പിന്നെ നിൽക്കും. ഏത് വസ്തു, ഭൂമിയിലൂടെ മൂവ് ചെയ്യുന്ന ഏത് വസ്തുക്കളാണെങ്കിലും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അത് നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ള അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാറുള്ള കാര്യമാണ്. എന്നാൽ ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞു, ഒരു വസ്തു അത് മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിന് മുകളിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് വരെ, അല്ലേ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കണം, അത് നിൽക്കാൻ പാടില്ല. നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ തട്ടുന്ന ബോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ നിൽക്കുന്നു? അവിടെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അറിയാവുന്നതുപോലെയാണെങ്കിൽ ഒരിക്കലും ഈ ബോൾ നിൽക്കാൻ പാടില്ല. പക്ഷേ ഈ ബോൾ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബോൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് ഈ ബോളിന് മുകളിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റിലുള്ള രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ രണ്ട് സർഫസുകളുടെയും മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. മനസ്സിലായോ? രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ ആ സർഫസുകൾ തമ്മിൽ മൂവ് ചെയ്യാതെ അതിൻ്റെ മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏത് വസ്തുക്കളെ മൂവ് ചെയ്യിക്കണമെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള ഫോഴ്സാണ്. മനസ്സിലായോ? ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ, ഭൂമിയിൽ ഗ്രൗണ്ടിലുള്ള ഒരു ഫുട്ബോൾ, ആ ഫുട്ബോളിന് മുകളിൽ രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, മറ്റൊന്ന് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. നമ്മൾ ആ ബോളിനെ മുകളിലേക്ക് എടുത്ത് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബോൾ മുകളിലേക്ക് പോകുള്ളൂ. അതേസമയം ബോളിന് നമ്മൾ തട്ടി ബോൾ മുമ്പോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഗ്രൗണ്ടിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഒരു മാറ്റം വരുന്നില്ല. കാരണം അത് ഗ്രൗണ്ടിലൂടെ തന്നെ മൂവ് ചെയ്യാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റായിട്ട് നമ്മളൊരു വർക്കും ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള ഫോഴ്സാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാൻ ആവശ്യമായ ഫോഴ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രൗണ്ടിലൂടെ മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തു, ഇപ്പോൾ നമ്മളൊരു ബസ് റോഡിലൂടെ ഓടുകയാണ്. ആ ബസ് ഓടുന്നത്, ഈ ബസ്സിന് ആവശ്യമായ ഇന്ധനം അല്ലെങ്കിൽ ബസ് ചിലവഴിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള ഫോഴ്സാണ്. കയറ്റം കയറുന്ന സമയത്തൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലാത്ത സമയത്തൊക്കെ ഒരു നിരന്ന റോഡിലൂടെ വാഹനം ഓടുകയാണെങ്കിൽ അത് ആവശ്യമായ, അത് ചിലവഴിക്കുന്ന അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ രണ്ട് കൈകൾ തമ്മിൽ കൊട്ടുവരുകയാണെങ്കിൽ ആ രണ്ട് കൈയിൻ്റെയും ഫോഴ്സിനെ, മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കുന്ന ഫോഴ്സ്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. 3 രീതിയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സുകൾ നമ്മൾ പഠിച്ചതാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ. 3 നമ്മൾ പഠിച്ചതാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിനാവശ്യമായ ഫോഴ്സ്. ഉദാഹരണത്തിന് നിർത്തിയിട്ട് ഒരു കാർ നമ്മൾ തള്ളി നിൽക്കുകയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന തൊട്ടുമ്പ് മൂവ് ചെയ്യാൻ ആവശ്യമായ ആ ഫോഴ്സിനാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ബോഡി മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെ തുടരണമെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ബോഡിയും അതിൻ്റെ സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് കാരണമായിട്ട്, അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമായിട്ട് അതിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ആവുകയും കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ?
അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടേ നിൽക്കണം. ഉദാഹരണത്തിന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ നമ്മൾ തള്ളി നീക്കണമെങ്കിൽ നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കണം. മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ അതങ്ങനെ പോകും, അല്ലെങ്കിൽ കുറച്ച് പോയിട്ട് നിൽക്കും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വസ്തു അതിൻ്റെ മൂവ്മെൻറ്റ് തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ സ്ലൈഡിങ് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓൺസ് എ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ഓൺ സർഫസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദം ഈസ് കോൾഡ് സ്ലൈഡിങ് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന് മുകളിൽ മറ്റൊരു സർഫസ് റോൾ ചെയ്യാണ്, ഉരുണ്ട് പോവുകയാണെങ്കിലുള്ള ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതെല്ലാം ഫാക്ടേഴ്സാണ് ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെ ഫാക്ടറുകളാകാം ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്? നമുക്കറിയാം, നമ്മൾ ഫ്രിക്ഷൻ വേണമെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ടൈൽസ് ഇട്ട സ്ഥലത്ത് കൂടെ നമുക്ക് സിമ്പിളായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്ലിപ്പായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പഴത്തൊലിയിൽ ചവിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഴുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. ഒന്ന്, നേച്ചർ ഓഫ് ദി സർഫസ് എത്രത്തോളം റഫാണോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടും. സർഫസ് എത്രത്തോളം സ്മൂത്താണോ അത്രത്തോളം ഫ്രിക്ഷൻ കുറയും. നമ്മൾ ഈ ക്യാരംസ് കളി നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ക്യാരംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് വളരെ സ്മൂത്തായ സർഫസ് ആയിരിക്കും ഉണ്ടാവും, അല്ലെ? ആ ബോർഡിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിരിക്കും, വളരെ സ്മൂത്ത് ആയിരിക്കും, നല്ല മിനുസുള്ള സർഫസ് ആയിരിക്കും. അതോടെ ക്യാരംസും വളരെ മിനുസുള്ള സാധനമായിരിക്കും. എന്നാലും നമ്മൾ അവിടെ അതിന് മുകളിൽ കുറച്ച് പൗഡറൊക്കെ ഇടും, കുറേ കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, കുറേ കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർഫസ് എത്രത്തോളം സ്മൂത്താണോ അത്രത്തോളം ഫ്രിക്ഷൻ കുറയും. നമ്മൾ സാധാരണ പെന്ന് കൊണ്ട് പേപ്പറിൽ എഴുതുമ്പോൾ പെന്നിനുള്ള മഷി പേപ്പറിലേക്ക് വരുന്നത് ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്. കാരണം നമുക്ക് കണ്ണാടിയിൽ എഴുതാൻ കഴിയില്ല. കണ്ണാടിയിലൊന്ന് എഴുതി നോക്ക്, എഴുത്ത് വരില്ല, കാരണം ഫ്രിക്ഷൻ കുറവാണ്. ഇപ്പോൾ സർഫസ് എത്രത്തോളം സ്മൂത്താണോ അത്രത്തോളം ഫ്രിക്ഷൻ കുറയും, സർഫസ് എത്രത്തോളം റഫാണോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടും. ഇനി മറ്റൊന്ന് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. വെയിറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഫ്രിക്ഷൻ കൂടും, വെയിറ്റ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഫ്രിക്ഷൻ കുറയും. ഉദാഹരണത്തിന് നമുക്കൊരു ടേബിൾ വലിച്ചു നിൽക്കണം. ടേബിൾ വലിച്ചു നിൽക്കാൻ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് മാത്രമാണ്. കാരണം വലിച്ചു നീക്കാണ്, ഗ്രാവിറ്റേഷൻ എഗെയിൻസ്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ടേബിൾ വലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള ഫോഴ്സാണ് കൊടുക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാം, ഒരു ടേബിൾ, ഒരു ഉള്ളിലൊന്നും ഇല്ലാത്തൊരു ടേബിൾ വലിച്ചു നിൽക്കണം, സിമ്പിളായിട്ട് വലിച്ചു നിൽക്കാം. എന്നാൽ നിറച്ചും വസ്തുക്കളുള്ള നല്ല ഭാരമുള്ള ഒരു ടേബിളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതായത് മാസ് കൂടുന്നതിനനുസരിച്ച്, വസ്തുവിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടും. ഇനി മൂന്നാമത്തത് ഏരിയ ഇൻ കോണ്ടാക്ട് വിത്ത് സർഫസ് ആണ്. എത്രത്തോളം ഏരിയ ഇതുമായി കോണ്ടാക്റ്റ് ഉണ്ട്, സർഫസുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടോ അതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടും. ഉദാഹരണത്തിന് നമ്മൾ വലിയ കട്ടിലൊക്കെ വലിച്ചു നിൽക്കുന്ന സമയത്ത് അടിയിൽ വല്ല ചെരുപ്പോ അല്ലെങ്കിൽ റോൾ ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടും. അപ്പോൾ എത്രത്തോളം ഏരിയ നമ്മൾ ശരിക്കും സർഫസുമായിട്ട് കോണ്ടാക്റ്റുള്ള സ്ഥലത്ത് മാത്രമേ ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം സർഫസുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നോ അത്രത്തോളം ഫ്രിക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫ്രിക്ഷൻ എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നോ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് വസ്തുക്കളെ മൂവ് ചെയ്യിക്കാനും കഴിയും. ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് ശരിക്കും ഈ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഇറഗുലാരിറ്റീസ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ്. സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ 3 എണ്ണമാണ്. 1 നേച്ചർ ഓഫ് സർഫസ്, 2 ഏരിയ ഇൻ കോണ്ടാക്ട് വിത്ത് സർഫസ്, 3 വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നിങ്ങൾ മുമ്പ് പഠിച്ചോണ്ടെങ്കിൽ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. നമുക്ക് നടക്കണമെങ്കിൽ, നിൽക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ, ഒരു സാധനം എടുക്കണമെങ്കിലൊക്കെ ഫ്രിക്ഷൻ വേണം. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ആ ഫ്രിക്ഷൻ കാരണം നമ്മളെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോകാതെ വെക്കുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ ഫ്രിക്ഷൻ കുറയും, ഗ്ലാസ് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് താഴെ പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കണമെങ്കിൽ, ഒരു വാഹനം ഓടണമെങ്കിൽ, നിൽക്കണമെങ്കിൽ, ടേൺ ചെയ്യണമെങ്കിൽ ഒക്കെ ഫ്രിക്ഷൻ വേണം. അതുകൊണ്ടാണ് വാഹനത്തിൻ്റെ
ടയറിലൊക്കെ നമ്മൾ കട്ടിടുക എന്ന് പറയില്ല, കുറേ കുണ്ടും കുഴികളൊക്കെ ഇടുന്നത് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോഡ് നമുക്ക് ഒരിക്കലും റോഡ് നമ്മൾ ടൈൽസ് ഇട്ട് അല്ലെങ്കിൽ അതുപോലെ സ്മൂത്ത് ആകില്ല, റോഡ് റഫ് ആയിരിക്കും സർഫസ്. ഇതൊക്കെ നമുക്ക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കയ്യിലൊരു സാധനം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കണേ ഫ്രിക്ഷൻ വേണം. അപ്പോൾ നമ്മളെ നിത്യജീവിതത്തിൽ ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫ്രിക്ഷൻ കാരണമാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളൊക്കെ. നമ്മൾ വാഹനത്തിന് ടയർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ തേഞ്ഞ് തീരും, ഫ്രിക്ഷൻ കാരണമാണ്. നമ്മൾ ചെരുപ്പ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ അടിഭാഗം തേഞ്ഞ് തീർന്നു പോകും, ഫ്രിക്ഷൻ കാരണമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെരുപ്പിട്ട് നടക്കുന്ന നമ്മളെ വീടിൻ്റെ ഫ്ലോറൊക്കെ തേഞ്ഞ് തീർന്നു പോകും, അതൊക്കെ ഫ്രിക്ഷൻ കാരണമാണ്. തേയ്മാനം എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ഫ്രിക്ഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം നമുക്ക് വളരെ ഉപകാരപ്രദമാണ്, അതോടൊപ്പം തന്നെ ഉപദ്രവകരവുമാണ്. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ധാരാളം നഷ്ടങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് ഫ്രിക്ഷൻ. നിങ്ങൾ മുമ്പ് പഠിച്ച സാധനമാണ്, എന്നാൽ നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത സാധനം ത്രസ്റ്റും പ്രഷറും തമ്മിലുള്ള ബന്ധമാണ്. ത്രസ്റ്റ് ആൻഡ് പ്രഷർ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ആക്ടിങ് അപ്പോൺ ദി സർഫസ് ഓഫ് എ ബോഡി പെർപെൻഡിക്കുലർ, ഇറ്റ് ഈസ് കോൾഡ് ത്രസ്റ്റ്. പെർപെൻഡിക്കുലറായിട്ട് ഒരു സർഫസിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ചുമരിൽ ആണി വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ പെർപെൻഡിക്കുലറായിട്ടാണ് അടിക്കുന്നത്. അതിനെ നമ്മൾ ആ സമയത്ത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിന് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക, ത്രസ്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറാണ്, അതാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഫോഴ്സ് ആക്ടിങ് upon surface of body perpendicular to it is called thrust. മനസ്സിലായല്ലോ? അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. ഇനി എന്താണ് പ്രഷർ നോക്കാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. ത്രസ്റ്റ് ബൈ ഏരിയ, പ്രഷർ നമ്മൾ വിളിക്കുക ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ആ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രത്തോളം ഏരിയയിലാണോ വരുന്നത് അതിനാണ് നമ്മൾ പ്രഷർ എന്നുള്ളത് കൊണ്ട് നമ്മൾ വിളിക്കുന്നത്. ത്രസ്റ്റ് ഓൺ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് പ്രഷർ. ത്രസ്റ്റ് ഓൺ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് പ്രഷർ. അപ്പോൾ നമുക്ക് നോക്കാം, പ്രഷർ ത്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ത്രസ്റ്റ് ഏരിയക്കനുസരിച്ചാണ് ശരിക്കും പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുക. അപ്പോൾ ഒരേ ത്രസ്റ്റ് ഏരിയ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കൂടും, ഏരിയ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. ഓക്കെ, ചില പ്രഷർ എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യപ്പെടുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഫോഴ്സ് ഉണ്ടാകും. സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വളരെ ചളിയുള്ളൊരു ഏരിയയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ചവിട്ടിയാൽ താഴ്ന്നു പോകും. എന്നാൽ നമ്മളവിടെ ഒരു പലക ഇട്ടിട്ട് അതിന് മുകളിൽ ചവിട്ടി നമ്മൾ താഴ്ന്നു പോകില്ല. എന്താ കാരണം? നമ്മൾ രണ്ട് സമയത്തും അപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരേ ത്രസ്റ്റാണ്, പെർപെൻഡിക്കുലർ ഫോഴ്സാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഒരേ ത്രസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഏരിയ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. മനസ്സിലായില്ലേ? ഏരിയ ആദ്യത്തെ സമയത്ത് ഏരിയ കുറവായിരുന്നു. ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അതേ അളവിലാണ് ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏരിയ കുറവായിരുന്നു. അപ്പോൾ ഏരിയ കുറഞ്ഞ സമയത്ത് പ്രഷർ കൂടി, അപ്പോൾ നമ്മൾ താഴ്ന്നു പോയി. നമ്മൾ പലകയുടെ മുകളിൽ ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്തു? ഏരിയ കൂടി, അതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മുള്ള് അല്ലെങ്കിൽ ആണിയുടെ ബെഡിൽ കിടക്കുന്ന അഭ്യാസിയൊക്കെ. കുറേ ആണികൾ കുത്തിവെച്ചാൽ അതിന് മുകളിൽ നമുക്ക് കിടക്കാം. കാരണം നമ്മളുടെ മൊത്തം ത്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് കുറേ കുറയും, അത് ഓരോ ആണിയിലായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ചുമരിൽ ആണി അടിക്കുന്ന സമയത്ത് ആണിയുടെ കൂർത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. എന്നാൽ മാത്രം ആണി കയറുള്ളൂ. കാരണം അപ്പോഴേ നമുക്ക് കുറഞ്ഞ ത്രസ്റ്റ് കൊണ്ട് കൂടുതൽ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. നേരെ ആണി തിരിച്ചു പിടിച്ചടിച്ചാൽ കയറില്ല, കാരണം ഏരിയ കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ത്രസ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സാണ്, അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അതാണ് ത്രസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ എന്ന്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ എന്നാണ് വിളിക്കുക. നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്ന പോലെ പാസ്കൽ എന്നാണ് വിളിക്കുക. ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഈ പേര് ഇട്ടിട്ടുള്ളത്. പാസ്കൽസ് ലോ എന്ന് പറയുന്ന ഹൈഡ്രോളിക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ലോ ഉണ്ടാക്കിയ ആളാണ് ഈ ബ്ലൈസ് പാസ്കൽ.
നമ്മളെ പുതിയ രീതിയിലുള്ള വാഹനങ്ങളുടെയൊക്കെ ബ്രേക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഇതാണ്, ഓയിൽ ബ്രേക്കാണ്. നമ്മൾ വളരെ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ വണ്ടി പെട്ടെന്ന് നിൽക്കും. ഓയിൽ ബ്രേക്കാണ്. അതുപോലെ എയർ ബ്രേക്ക്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലോ ആണ്. അപ്പോൾ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് പാസ്കൽ എന്നാണ്, പാസ്കൽ. ഇത്രയാണ് ത്രസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒന്ന് എന്താണ് മോഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, 3 ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, അതുപോലെ ഫ്രിക്ഷന്, ത്രസ്റ്റ് ആൻഡ് പ്രഷർ, ഇത്രയും കാര്യങ്ങൾ നോക്കാം.